സ്ഥലത്തില് ഒരു വീട് ഞങ്ങൾ വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഏറ്റവും വികസനം കുറഞ്ഞ മേഖലയാണ് ആദിവാസി കോളനികളത്. അപ്പൊ എന്നെ ഇവിടെ കൊണ്ടുവന്നത് പറ്റിക്കാൻ വേണ്ടിയാ? എപ്പോഴും നമുക്കങ്ങനെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് തോപ്പിക്കാൻ പറ്റുമോ? ജീവിതത്തിൽ പിന്നെ നമ്മൾ തോറ്റു പോകത്തില്ല. ഞാൻ പണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പും പറയുന്നത്, എങ്ങനെയാണോ ആനയ്ക്ക് കാട്ടിൽ അവകാശം, അതുപോലെ കാടിൻ്റെ മക്കളായ ആദിവാസികളുടെ സ്വത്തായിരിക്കണം കാട്. ഇങ്ങനെ ഒരവസ്ഥ എന്നൊക്കെ പറയുന്നത് പുതിയ കാഴ്ചയാണ്. ഏറ്റവും വികസനം കുറഞ്ഞ മേഖലയാണ് ആദിവാസി കോളനികളത്. അപ്പൊ എന്നെ ഇവിടെ കൊണ്ടുവന്നത് പറ്റിക്കാൻ വേണ്ടിയാ? ഓ, ഇതാണ് എല്ലാവരുടെയും അവസ്ഥ എന്ന് പറയുന്നത്. സന്തോഷിച്ച് പറ്റിച്ച് പറഞ്ഞു വിടാനാണോ കൊണ്ടുവന്നത്? എല്ലാം നന്നാവണം. എത്ര കുടുംബങ്ങളാണുള്ളത്? 17. എത്ര വീടുണ്ട്? ഇമാതിരി എത്ര വീടുണ്ട്? 17 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. 17 വീടുകളാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. ഇതൊന്ന്. ഇതുപോലത്തെ എത്ര വീടുണ്ട് ഇപ്പം? എല്ലാവർക്കും ആധാർ കാർഡുണ്ട്? എല്ലാം. BPL കാർഡുണ്ട്? എല്ലാവർക്കും റേഷൻ മുടങ്ങാതെ കിട്ടുന്നുണ്ട്. റാഗി കൃഷി എന്താ ചെയ്യും? സ്ഥലത്തില് ഒരു വീട് ഞങ്ങൾ വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് MP ആയാൽ അതിനുള്ള, ഞാൻ ഓൾറെഡി ഒരു പ്രസംഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഗോത്രവർഗത്തിൻ്റെ ആന്തരിക ശരീര ഘടനയെ ശക്തമായി പിടിച്ചു നിർത്തുന്നത് റാഗിയാണ്, മില്ലറ്റ്. എന്നത് അന്യം വരുത്തിയോ അന്നാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അനന്തര ജന്മങ്ങളുടെ ശക്തിക്കുറവ് അല്ലെങ്കിൽ സാന്നിധ്യക്കുറവ് എന്നൊക്കെ പറയുന്നത് വർദ്ധിച്ചു. കുഞ്ഞുങ്ങൾ ശൈശവത്തിൽ തന്നെ ഇല്ലാതായി പോവുക, ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ ഇല്ലാതായി പോവുക, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നിങ്ങളുടെ ഒരു DNA ചേർന്ന് കിടക്കുന്നത്, നിങ്ങളുടെ രക്തശുദ്ധി എന്ന് പറയുന്നതിന് ചില കാട്ട് വർഗങ്ങളൊക്കെ പറിച്ച് കഴിക്കുക, അല്ലേ? പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുക. പഞ്ചസാരയിൽ നിറച്ച് കെമിക്കലാണ്. നിങ്ങൾ തേനാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്, മധുരത്തിന്. പിന്നെ കരിമ്പിൻ തോട്ടമൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ശർക്കര കിട്ടുമെങ്കിൽ അതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അത് വിട്ട് ഈ അരിയും ഒരുപാട് കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്ന മറ്റുൽപ്പന്നങ്ങളെല്ലാം ഉപയോഗിച്ച് ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഒരു സന്താന ഉൽപാദന ശേഷി വരെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ നിങ്ങളുടെ ആന്തരിക ഘടന മാറ്റിയിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഗർഭപാത്രത്തിൻ്റെ ഒരു ശുദ്ധി വരെ ശക്തി ഒക്കെ ശോഷിച്ചിട്ടുണ്ട്. ജയിച്ചു വരികയാണെങ്കിൽ അതിനു വേണ്ടി പോരാടാം. റാഗി കൃഷി വനത്തിനുള്ളിൽ അനുവദിക്കണം. ഞാൻ പണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പും പറയുന്നത്, എങ്ങനെയാണോ ആനയ്ക്ക് കാട്ടിൽ അവകാശം, അതുപോലെ കാടിൻ്റെ മക്കളായ ആദിവാസികളുടെ സ്വത്തായിരിക്കണം കാട്. അത് രാജ്യത്തിൻ്റെതായിക്കോട്ടെ സംസ്ഥാനത്തിൻ്റെതായിക്കോട്ടെ, ഉറപ്പായിട്ടും നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി താങ്ങും തണലും നിങ്ങളുടെ ഭക്ഷണവും എല്ലാം ഒരുക്കുന്ന മണ്ണായിരിക്കണം കാട്. അതിനുവേണ്ടി പോരാ. അതാണ് ആദിവാസി ഗോത്രവർഗ സമൂഹത്തിനോട്, കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ ആകമാനമുള്ള ഗോത്ര സമൂഹത്തിനോട് എനിക്ക് വാഗ്ദാനം ചെയ്യും. അതിനുവേണ്ടി ഞാൻ പോരാടും. മതിയാ. ഒരു സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള വന ഉദ്യോഗസ്ഥരും നിങ്ങളുടെ അവകാശങ്ങളിലേക്ക്
ഒരു കാവൽ കണ്ണ് മാത്രമാവാം, കൈകടത്തലാവരുത് എന്ന തരത്തിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് അതിന് വേണ്ടുന്ന ബില്ലോ അമെൻമെൻറ്റോ പോരെ, അത് ചെയ്യും. ഇവിടെ ഇപ്പോൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എങ്കിലും ഞാൻ പറയുന്നത് ഗോത്രവർഗത്തിൽ കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിലും ഞാൻ ഇവിടെ ഇരുന്ന് കേരളത്തിലെ മുഴുവൻ ഗോത്രവർഗ സമൂഹത്തെയും അറിയിക്കുക. പോരാട്ടം ആ വഴിക്കാണ്, പാർലമെന്റിലെ പോരാട്ടം പോരെ. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ അല്ലേ? അത് നേരത്തെ ഓക്കെ ആണോ? ഇവിടുത്തെ ഞാൻ എന്തിനായിരുന്നപ്പോ എവിടൊക്കെ കമ്മ്യൂണിറ്റി ഹാള് കൊടുത്തിട്ടുണ്ടെന്നറിയാം. കോട്ടൂര് മലയുടെ മുകളിൽ സാധനങ്ങൾ മുഴുവൻ എത്തിച്ച്, അല്ല സർക്കാർ തന്ന പണമാണ്, എനിക്ക് തോന്നുന്നു 27-37 ലക്ഷം രൂപ കൊടുത്താണ് കമ്മ്യൂണിറ്റി ഹാള് കോട്ടൂര് പണിഞ്ഞിട്ടുള്ളത്. അങ്ങനെ MP ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ കാശില്ലാഞ്ഞിട്ട് സ്വന്തം കാശ് കൊടുത്ത് 13.25 ലക്ഷം രൂപ കൊടുത്ത് വെള്ളം കൊണ്ടുവന്ന്, പക്ഷെ പണിയെടുത്തത് മുഴുവൻ ആദിവാസികളാണ്. ആ പൈപ്പ് എടുത്ത് കൊടുത്തു. അവരത് അതിൻ്റെ കെട്ടൊക്കെ ഒരു 10-20 പേര് ചേർന്നാണ് മുള അതിൻ്റെ വട്ടത്തിനകത്തൂടെ കയറ്റി ചുമന്ന് കൊണ്ടുപോയി മലയുടെ മുകളിൽ നിന്ന് ഒരു വെള്ളക്കെട്ടിൽ നിന്ന് വെള്ളം ഇപ്പം ഇടമലക്കുടി അന്വേഷിച്ചു. ഉദ്യോഗസ്ഥരൊക്കെ ഓരോ ഇടങ്കോലിട്ട് എൻ്റെ MP ഫണ്ട് ഉപയോഗിക്കാനൊക്കാത്ത കണ്ടീഷനാണ്. അങ്ങനെ വന്നപ്പോൾ കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുത്തു. അപ്പോൾ അവർ ചെയ്തു. എപ്പോഴും നമുക്കങ്ങനെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് തോപ്പിക്കാൻ പറ്റുമോ? ജീവിതത്തിൽ പിന്നെ നമ്മൾ തോറ്റു പോകത്തില്ല അല്ലേ? എല്ലാ കോണിലേക്കും ഓടിയെത്താനൊക്കത്തില്ല. ഈ ബൂത്തിലെ ആൾക്കാരെയാണ് നിങ്ങൾ കാണുന്നത്. അവർ നിങ്ങൾ പറയുന്ന കാര്യം കൃത്യമായി ചെയ്തു തന്നില്ലെങ്കിൽ അവരെ നല്ലതുപോലെ പാഠം പഠിപ്പിക്കണം. കാരണം ഭരണമെന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യമാണ്. അപ്പോൾ അവരെന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം അവരാണ് ഏൽക്കേണ്ടത്. എന്നെ കാര്യങ്ങൾ അറിയിക്കേണ്ടത് ബൂത്ത് തലത്തിലല്ലെങ്കിൽ പോലും ഒരു മണ്ഡലം എന്നെ അറിയിക്കണം. അതിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്. അല്ലാതെ ആരും പ്രതീക്ഷിക്കരുത് മുക്കിലും കോണിലും എല്ലാം പിന്നെയും ഓടിയെത്താൻ പറ്റുമെന്ന്. ഇലക്ഷന് പോലും എത്താൻ പറ്റത്തില്ല, ഒരാൾക്കും എത്താൻ പറ്റില്ല അല്ലേ? അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതാത് സമയങ്ങളിൽ അതിനകത്ത് നമുക്കൊരു സ്വാർത്ഥ മനോഭാവം ഉണ്ടാവരുത്. എൻ്റെ 17 പേര് താമസിക്കുന്ന കോളനിക്ക് അങ്ങനെയല്ല, സമൂഹത്തിന് പരക്കെ ഗുണകരമാവുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കണമെങ്കിൽ അത് എത്തേണ്ട വഴി അതാണ്. മണ്ഡലം പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും ഒന്നിനെയും വെറുതെ വിടരുത്. അവരെ കൊണ്ട് പണിയെടുപ്പിച്ച് അവരുടെ നടു ഓടിക്കണം കേട്ടോ. ഒരെണ്ണത്തിന് അടുത്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ